ഇസ്രായേലിലെ കാട്ടുതീക്ക് കാരണം ഗാസയിലെ നിരപരാധികളായ കുട്ടികളെ കൊന്നതിന് ദൈവം നൽകിയ ശിക്ഷ എന്ന രീതിയിലാണ് വാർത്തകൾ വന്നിരുന്നത്. നേരത്തെ അമേരിക്കയിൽ കാട്ടുതീ ഉണ്ടായപ്പോഴും സമാനമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ ഉണ്ടായി ഹോളിവുഡ് താരങ്ങളുടെ കോടികൾ വില വരുന്ന വീടുകൾ അഗ്നിക്കിരയായി. 20ഓളം പേർ മരിക്കുകയും ചെയ്തിരുന്നു. കോടിക്കണക്കിന് ഡോളർ മുടക്കി രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം കത്തിച്ചാമ്പലായിരുന്നു. ഇപ്പോൾ ഇസ്രയേലിൽ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ എല്ലാവരും കരുതിയത് അത് കാട്ടുതീ ആണെന്നാണ്. മലയാളം മാധ്യമങ്ങളും അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ചില ഇസ്രയേൽ മാധ്യമങ്ങൾ ഇപ്പോൾ ഇതും ഒരു തീവ്രവാദ ആക്രമണം ആണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവർ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത്. ജെറുസലേമിൽ തീപിടിച്ച് 3000ഓളം ഏക്കർ പ്രദേശമാണ് കത്തി നശിച്ചത്. മെസിലത്ത് സിയോൺ എന്ന സ്ഥലത്തിന് സമീപമായിരുന്നു തീപിടുത്തം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ട്. ആദ്യം അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പടരുകയും പിന്നീട് 100 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയോടെ അതിൻ്റെ ദിശ മാറി കിഴക്കോട്ടേക്കും പടരുകയായിരുന്നു. തീ അണയ്ക്കാൻ ഇസ്രയേൽ അന്താരാഷ്ട്ര സഹായവും ചോദിച്ചിരുന്നു. ഇസ്രയേലിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തമാണ് ഇതെന്നാണ് ലഭിക്കുന്ന വിവരം. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ കാട്ടുതീയാകാം ഇതെന്ന് ജെറുസലേം ഫയർ ആൻഡ് റെസ്ക്യൂ ഡിസ്ട്രിക്ട് കമാൻഡറും പറയുന്നുണ്ട്. ഇപ്പോൾ തീപിടുത്തം ഏറെക്കുറെ നിയന്ത്രിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ഉയരുന്നത് എവിടെ നിന്നാണ് ഈ തീയുടെ തുടക്കം എന്നാണ്. ഇത് ചിലർ പ്ലാൻ ചെയ്തതാണെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇടയ്ക്കിടെ അഗ്നിബാധയുണ്ടാകുന്ന ഒരു രാജ്യം തന്നെയാണ് ഇസ്രയേൽ. 2022 അവർ ഇതേക്കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ടും തയ്യാറാക്കിയിരുന്നു. 1948 ഇസ്രയേൽ ഉണ്ടാകുമ്പോൾ അത് പുല്ലുപോലും മുളയ്ക്കാത്ത ഒരു പ്രദേശമായിരുന്നു. അവിടെയാണ് അവർ കഠിനാധ്വാനം ചെയ്തും ടെക്നോളജി ഉപയോഗിച്ചും പച്ചപ്പ് ഉണ്ടാക്കിയെടുത്തത്. ഉഷ്ണകാലത്ത് പ്രാന്തപ്രദേശങ്ങളിൽ കാട്ടുതീ പതിവാണ്. പക്ഷേ ഇത്തവണ ഉഷ്ണകാലം ആയിട്ടില്ല. ഇസ്രയേൽ സ്ഥാപക ദിനമായ മെയ് 14 അടുത്ത ദിവസങ്ങളിലാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഹമാസ് തങ്ങളുടെ പൗരന്മാരെയും ടൂറിസ്റ്റുകളെയും പിടിച്ചുകൊണ്ട് പോയത് കാരണം വലിയ ആഘോഷങ്ങളൊന്നും ഇത്തവണ ഇസ്രയേൽ നടന്നിരുന്നില്ല. എന്നാൽ ഈ അവസരത്തിൽ പലസ്തീൻ റേഡിയോയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഇസ്രയേൽ പ്രദേശത്ത് തീവെക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇസ്രയേൽ പൗരന്മാരിൽ തന്നെയുള്ള അറബ് പലസ്തീനി വംശജരെ ലക്ഷ്യമാക്കിയാണ് ഈ സന്ദേശങ്ങൾ എത്തിയത്. ഇവരിൽ ചിലരെ തീവെക്കുന്നതിനിടയിൽ ഇസ്രായേൽ സിവിൽ ഡിഫൻസ് ഫോഴ്സ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്ന് ഇന്ധനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോകളിൽ പുല്ലിന് തീയിടുന്ന ചിലരെ കാണാൻ കഴിയും. ഇതാണ് പിന്നീട് വലിയ അഗ്നിബാധയായി മാറിയതെന്നാണ് സംശയിക്കുന്നത്. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഫയർ ജിഹാദ് എന്നാണ്. ജെറുസലേമിന് പുറത്ത് കാട്ടുതീ പടരാൻ സഹായിച്ചതായി സംശയിക്കുന്ന 18 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തി. അവരിൽ ഒരാൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നും നെതന്യാഹു പറയുന്നു. ഇസ്രയേലിന് അകത്തുള്ള 20% വരുന്ന ഇസ്രയേൽ പൗരന്മാരായ പലസ്തീനി അറബുകളെ ഹമാസ് സ്വാധീനിച്ചിരിക്കാം എന്നും റിപ്പോർട്ടുകളുണ്ട്.